താമസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തങ്ങുന്നവർക്കാണ് പൊതുമാപ്പിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങാനാവുക. നാട്ടിൽ പോകുന്നവർക്ക് വീണ്ടും ശരിയായ വിസയിൽ സൗദിയിലേക്ക് തിരിച്ചു വരാമെന്നതാണ് ഈ പൊതുമാപ്പിന്റെ സവിശേഷത. ലളിതമായ നടപടികളിലൂടെ അനധികൃത താമസക്കാർക്ക് സ്വദേശങ്ങളിലേക്ക് മടങ്ങാം. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും നാടുകടത്തൽ കേന്ദ്രങ്ങളിലും ക്യാമ്പയിന്റെ ഭാഗമായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ചെലവിലാണ് വിദേശികൾ സ്വദേശങ്ങളിലേക്ക് മടങ്ങേണ്ടത്. ഇഖാമ നിയമലംഘകർ, അതിർത്തി ലംഘിച്ചവർ, നുഴഞ്ഞുകയറ്റക്കാർ, ഹുറൂബാക്കപ്പെട്ടവർ, ഹജ്ജ്, ഉംറ, സന്ദർശന വിസകളിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാത്തവർ, വിസ നമ്പറോ എൻട്രി നമ്പറോ ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ എന്നിവരാണ് പൊതുമാപ്പിന്റെ പരിധിയിൽ വരുന്നത്. ഈ ഗണത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്ത് കഴിയുന്നതായാണ് കണക്ക്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇക്കൂട്ടത്തിലുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത താമസക്കാരെ നാട്ടിലേക്ക് അയക്കാൻ റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. അതേസമയം ക്രിമിനൽ കേസുകളിൽ കഴിയുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. 2017 മാർച്ച് 19 മുമ്പ് ഇഖാമയുടെ കാലാവധി കഴിഞ്ഞവർക്ക് മാത്രമാണ് പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. രേഖകൾ ശരിയാക്കാമെന്നോ ഇളവുകാലം നീട്ടിക്കിട്ടുമെന്നോ ആരും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പാസ്പോർട്ട് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. കാലാവധിക്ക് ശേഷം കർശനമായ പരിശോധനയും ഉണ്ടാകും. മീഡിയ 1, ജിദ്ദ.